ബൈജുവേട്ടനൊപ്പം ഞാനായിരിക്കും ഉദ്ഘാടനം ചെയ്തത്. ഹായ്, ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് അറിയാവുക കുറച്ച് മുകളിലാണെന്നുള്ളത്. എന്താ സംഗതി വെച്ചാൽ വെക്കേഷൻ സമയത്തൊന്നും മക്കൾ പറയാത്തൊരാഗ്രഹം ഇന്ന് പെരുന്നാളാണ്, പെരുന്നാൾ സാറെന്ന് ഒരു ഊഞ്ഞാലെട്ടണമെന്ന്. അങ്ങനെ ഞാനിതാ ഇതിൻ്റെ മുകളിൽ ശ്രുതി ഇതാ താഴെ നമ്മളെ ബാക്ക് വത്താണ്. മഴയായതുകൊണ്ട് ഇതെല്ലാം അലക്കാനെല്ലാം അറിയിട്ടുണ്ട്. പിന്നെ നെൽത്തലം കാണുന്നില്ല, കംപ്ലീറ്റ് വിറകും മറ്റ് സാധനങ്ങളും എല്ലാം ഇടയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ ഊഞ്ഞാലെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രുതിയുടെ പറഞ്ഞു ഈ വീട്ടിൽ ഈ ഒറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഒരു കെട്ടിയുടെ കെട്ടിയിട്ടുണ്ട്, മറ്റേ കെട്ടിയുടെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മളെ ഊഞ്ഞാലാടേണ്ട പരിപാടിയാണ്. ഇതിൽ ഏറ്റവും ഇതാരും ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു ഒരാൾ ഞാനാക്കാൻ പറഞ്ഞപ്പോൾ ഇതാ ശ്രുതി പറഞ്ഞു ഞാനാക്കാം. അപ്പോൾ നമുക്ക് ശ്രുതിയുടെ ഊഞ്ഞാലാട്ടം കാണാം. ഞാനതിൻ്റെ മുകളിലാവുള്ളത്. അപ്പോൾ ഇതാ ഏതാണ്ട് പണി തീർന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ കെട്ട് കുറച്ച് ചെറിയ കെട്ടാണ്, അത് കുറച്ച് വലിയ കെട്ട് കൂടി ആയിക്കഴിഞ്ഞാൽ പരിപാടിയായി മക്കൾക്ക് ഇന്ന് ഊഞ്ഞാൽ. അപ്പോൾ നമ്മളെ വീട്ടിൽ പെരുന്നാൾ ദിവസം ഒരു സന്തോഷമാണ് മക്കൾക്കല്ലേ മമ്മി. ഒരു ഊഞ്ഞാൽ കെട്ടേണ്ട പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് ഈ കാര്യം കൂടി ഞാനൊന്ന് കെട്ടട്ടെ. ബൈജേട്ടന് ഊഞ്ഞാൽ കെട്ടാൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരിക്കൽ കെട്ടി, എന്നിട്ട് ഇത് താഴെ നിലത്ത് മുട്ടി. അപ്പൊ തോന്നി ഇത് ശരിയാവില്ല. പലക ഫിറ്റ് ചെയ്യണ്ടേ? പലക ഫിറ്റ് ചെയ്യണം. അതിന് ഈ സംവിധാനം പോരാ. എന്തേ? അത് പലക ഓട്ടയാക്കിട്ട് അതിനുള്ളിലേക്ക് ഇട്ടിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. അങ്ങനെ ആക്കണ്ട്. അങ്ങനെ ആക്കണം, ഇല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയല്ല. പണ്ട് നമ്മള് മട്ടലെടുത്തിട്ടല്ലേ ആക്കല്, അങ്ങനെ ആക്കി കൊടുത്താ മതി. പക്ഷെ അത് വേനെടുക്കും, സുഖം ഉണ്ടാവില്ല. അപ്പൊ പ്ലാന് മാറ്റി മമ്മി. നമുക്ക് അപ്പൊ അലകില്ലേ ഓട്ടയാക്കിട്ട് കാര്യം ഇരുളിക്കിട്ട് കെട്ടാം. എന്നാലും ഉണ്ടല്ലോ വീവൂല, ഇല്ലെങ്കിൽ എന്റെ മക്കളെ കാലിന് പോകും. പ്രശ്നമല്ലല്ലേ? എന്നിട്ട് ഐഡിയ ഇതിന്റെ മുകളിൽ കേരളൊരു അഭ്യാസം കേട്ടാ. ഓക്കെ, പിന്നെ പലക തപ്പട്ടെ. പലക തപ്പിട്ട് കണ്ടുപിടിക്കും. അപ്പൊ ഇതാ പല കിട്ടിയിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ ഇത് നല്ല വൃത്തിക്ക് കറക്റ്റ് കട്ട് ചെയ്ത് ഇവിടെ നല്ല കട്ട് ചെയ്ത് ഇതിന് രണ്ട് ഓട്ടയായി കഴിഞ്ഞാൽ സംഗതി സെറ്റപ്പ്. അപ്പൊ കുറച്ച് പണിയുണ്ട് ഗായ്സ്. വെച്ചോ എന്നാ പിന്നെ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ആമല്ലേ എടുത്തോ. നമ്മുടെ ഈ ലോക്ക്ഡൌൺ സമയത്തുണ്ടല്ലോ ഇതാ ഇതുപോലത്തെ പല മിഷനും വാങ്ങി വെച്ചോണ്ട് നല്ല ഗുണമാണ് ഈ പരിപാടിക്ക്. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഏരിയ കേട്ടോ. മൊത്തം കച്ചറയായിട്ടുള്ള ഇപ്പം കുറേ അത് വരുത്തില്ല. ലോക്ക്ഡൌൺ സമയത്ത് ഞാനല്ല ഫുൾ ടൈം ഇവിടെ രാത്രി വരെ ഞാൻ ഇടുന്ന പണിയാ ഓരോ നാക്കല്. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്യാനാ. കട്ട് ചെയ്യണേ വാ. ഇത് അടിപൊളി സാധനം കേട്ടോ ഈ കട്ടറ്. ഇതിനെ കൊണ്ടിട്ടല്ല ഞാൻ മരങ്ങളും കംപ്ലീറ്റ് കൊണ്ട് കട്ടറേ. ഈ ഉരുണ്ട മരമെല്ലാം ഉണ്ടാവും. ഉരുണ്ട മരം പറ ഇതിനെ കൊണ്ട് വിഷമിച്ചിട്ട് മുറിക്കും ഞാൻ. പക്ഷെ അത് നേക്കാന്നാ കിട്ടേ പോയിട്ടോ. പക്ഷെ ഡേഞ്ചറസ് സാധനമാണ് ഇത്. മുമ്പോട്ടല്ലാണ്ട് ബാക്കോട്ട് വലിച്ചിട്ട് കേട്ടല്ല ഒറ്റ പാളിപ്പോവും. കൈമന്നാകെ പണി കിട്ടും, കൈയെടുത്ത് വീസാവും. ഡേഞ്ചർ വെച്ചാൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സാധനം കേട്ടാ. അറിയുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഇതിന് രണ്ട് ഹോൾസ് ഇടണം കേട്ടോ. അപ്പുറം ഇപ്പുറം പുകവരുണ്ട്. ഓക്കെ അപ്പൊ ഒരോട്ടയായിട്ടില്ല. ഇനി ഇപ്പുറം കൂടി ഒരു ഓട്ടയാക്കണേ. ഏതാ രണ്ട് ഓട്ടയാണ് കേട്ടാ. ഇവിടെ ഒരു ഓട്ട, ഇവിടെ ഒരു ഓട്ട. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ കയറിട്ട് കഴിഞ്ഞാല് ഇത് ഇളകി വീണിട്ട് മക്കളെ കാലിൽ പരിക്കേൽക്കൂല. അല്ല ഞാൻ പോവും. എന്നാ പിന്നെ നമുക്കിത് അങ്ങനെ പോവാം. ഓക്കെ അപ്പൊ നമ്മളെ കയറിതാ ഈ ഭാഗം അത് മുകളിൽ വരണ്ടേ. അപ്പൊ ഈ സൈഡിൽ യെസ് ഇങ്ങനെ കുറച്ച് കണക്കെല്ലാം പഠിക്കാനുണ്ട് ഇതിനകത്ത്. ഹൈറ്റൊക്കെ അല്ലേ? അപ്പൊ മമ്മി റെഡിയല്ലേ? എന്നാ പിന്നെ ഇതാ നമ്മളെ ഊഞ്ഞാലിന്റെ പണി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാവുന്നതാണ്. ഉദ്ഘാടനം പ്രശസ്ത പ്രശസ്ത യൂട്യൂബർ ആൻഡ് അടുക്കള ഡ്യൂട്ടി നമ്മുടെ അങ്ങനെ പറയരുത്. പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് നിർവഹിക്കുന്നത്. ക്യാമറാമാൻ ബൈജുവേട്ടനൊപ്പം ഞാനായിരിക്കും ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ ഒരാൾ ഉദ്ഘാടനം കഴിഞ്ഞ് സുന്ദരിമോൾ ഉദ്ഘാടനം കഴിച്ചിരിക്കുകയാണ്. പറയാണ്ട് ഉദ്ഘാടനം ചെയ്തിട്ട് ശരിയടാ മുറുക്ക കയ്യിൽ കൊണ്ട് മുറുക്ക പിടിച്ച
അപ്പോ നമ്മൾ ഊഞ്ഞാലിന്റെ ബലം ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ആടി നോക്കുന്നത് പൊട്ടി പോവാന്നുള്ളതാണ്. കയറെന്തായാലും പൊട്ടൂല, ഈ മോളിലുള്ള കമ്പി പൊട്ടുക എന്നുള്ളതാ പേടി. ഓ ഇത് കുറച്ചുകൂടി ഹൈറ്റ് ആക്കണ കേട്ടോ, നമുക്ക് കാലിങ്ങനെ പൊന്തിക്കിട്ട് വരുന്നുണ്ട്. അയ്യോ പഴയ നൊസ്റ്റാൾജിയിലേക്ക് വീണിട്ടുണ്ടെങ്കിണ്ടല്ല കയറ് പൊട്ടുന്നുള്ള പേടിയുള്ളൂ, വേറൊന്നും പഠിക്കാറുണ്ട്. അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാത്തോണ്ട് പ്രശ്നമില്ല, താഴെ തലയും കുത്തിയിരിക്കുന്ന ഉറപ്പാന്ന് പറഞ്ഞപ്പോ ഇതാ മമ്മിക്ക് ഇപ്പൊ ഒരു ധൈര്യം. അവസാനമായി ഞാൻ അതിലേക്കും ബലം ചെക്ക് ചെയ്യാൻ പോകുന്നത്. മമ്മി കയറിക്കോ, ധൈര്യല്ലേ? ഇപ്പൊ അടുത്തങ്ങനെ ഊഞ്ഞാലടി ബന്ധമുണ്ടാ? ആ അപ്പൊ ഇതേ നമ്മളെ ഇന്ന് പെരുന്നാൾ ദിവസമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഷോപ്പ് ലീവ് ആയതുകൊണ്ട് ഇന്നത്തെ നമ്മളെ കലാപരിപാടി നമ്മളെ ഊഞ്ഞാലാണ്. അതുകൊണ്ട് മക്കളെല്ലാം ഹാപ്പി ആയില്ലേ? അച്ഛൻ ഹാപ്പിയാ? ദേവട്ടെ ഹാപ്പി? ഞാനോ സീറ്റ് പിടിക്കാൻ പറ്റുള്ള അത്ര പോകാതെ. ഓഹോ ഓരോരാള് ആ മോളെ. ആ ശരി ശരി. ഇടാ അടിപിടിയായി കേട്ടോ ഊഞ്ഞാലില്. ഇതുണ്ടല്ലോ മമ്മി, 2 ദിവസം ഉണ്ടാവും ഭയങ്കര അടിപിടിയല്ലേ? ഈ വാത്താളുണ്ടാവില്ല. അപ്പൊ ഇതാണ് നമ്മളെ ബാക്ക് ഭാഗം കേട്ടോ. നോക്കേട്ടാ മൊത്തം തുണിയെല്ലാം ആക്കിയിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട്. ഇതാ കാണുന്നില്ല, ഇങ്ങനെയാണ് ബാക്ക് ഭാഗമുള്ള. ബാക്കിൽ ചെടിയൊന്നുമില്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം മരവും ഷീറ്റെല്ലാം ഇട്ടുകൊണ്ട് ചെടിയൊന്നും ഇട്ടിട്ടില്ല. മുമ്പിൽ അതിന് മാത്രം നിറച്ചും വെച്ചിട്ടുണ്ട് നമ്മളെ ചെടികൾ. അങ്ങനെയാണ് കഥ. ആ മക്കള് അടിപിടി കൂടി ഇതാ മമ്മി ഇതാ 3 ഒരുമിച്ചാക്കിട്ടാ. എല്ലാരും ഒരുമിച്ചിട്ടിട്ടാ അടിപിടി. ഞാനാടുന്ന പറ്റിക്കോ. അപ്പൊ നമ്മൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കലോ മമ്മി? എന്നാ പിന്നെ ശരി, എല്ലാവർക്കും ഓക്കെ, ബൈ.